നമസ്കാരം. നമ്മൾ പലപ്പോഴുമായി ഇലക്ട്രിക്കൽ ഫോൾസിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ഈ ഇലക്ട്രിക്കൽ ഫോൾസ് കാരണം നമ്മളുടെ വീട്ടിലെയും ഇൻഡസ്ട്രികളിലെയും ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പല ലോസസുകളാണ് വരുത്തുന്നത്. വയർ ഡാമേജ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഡാമേജ്, അതുപോലെ തന്നെ കൺസപ്ഷൻ ലോസ്, ഇതെല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട്. മരണം വരെ ഉണ്ടാകുന്നതായി നമ്മൾ അറിയുന്നുണ്ട്. എന്നിരുന്നാലും ചില ഫോൾട്ടുകൾ ഉണ്ടെന്ന് തന്നെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ഇതിന് ഉദാഹരണമാണ് ലീക്കേജുകൾ. എർത്ത് ടു ലൈവ് ലീക്കേജ്, അതുപോലെ തന്നെ ന്യൂട്രൽ ടു എർത്ത് ലീക്കേജ് എന്നീ 2 ലീക്കേജുകളാണ് പ്രധാനമായും ഉള്ളത്. ഈ ലീക്കേജുകൾ നിങ്ങളുടെ വീട്ടിലെ കൺസപ്ഷൻ കൂട്ടുകയും അതുവഴി ബിൽ എമൗണ്ട് കൂട്ടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബിൽ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഈ ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ചില കേസുകളിൽ അടുപ്പിച്ചുള്ള ബിൽ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം മാത്രമേ കാണുള്ളൂ. പക്ഷേ 4-5 ബിൽ ചെക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വളരെ വർദ്ധിച്ചതായി കാണാം. ഇങ്ങനെ പതിവിൽ കൂടുതൽ ബിൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ അവിടെ ലീക്കേജ് ഉണ്ടെന്നാണ് സാരം. ഇൻസുലേഷൻ ഡാമേജ്, ഈർപ്പം, ലൂസ് കണക്ഷൻ എന്നീ കാരണങ്ങൾ കൊണ്ടാണ് ഈ ലീക്കേജുകൾ സംഭവിക്കുന്നത്. ഈ ലീക്കേജുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉപയോഗിച്ചും നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇതിനൊരു ഉദാഹരണമാണ് റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ, അതായത് RCCB. സിംഗിൾ ഫേസിലും 3 ഫേസിലും ലഭിക്കുന്ന RCCBയുടെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. RCCBയിൽ ഇന്നിലും ഔട്ടിലുമായി ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യണം. ഈ 2 വയറിലൂടെയും, അതായത് ന്യൂട്രലിലൂടെയും ഫേസിലൂടെയും പോകുന്ന കറണ്ടിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുക എന്നതാണ് RCCB ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ എവിടെ ഫോൾട്ട് നടന്നാലും അത് എർത്ത് ലീക്കേജോ ന്യൂട്രൽ ലീക്കേജോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ആയാലും അവിടെ കറണ്ട് ഇംബാലൻസ് ഉണ്ടാകും. ഈ ഇംബാലൻസ് ആണ് RCCB ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് 30 മില്ലി ആംപിയർ വരെയുള്ള കറണ്ട് ഇംബാലൻസ് ഡിറ്റക്ട് ചെയ്ത് ട്രിപ്പ് ആക്കുവാൻ RCCBക്ക് സാധിക്കും. ഇങ്ങനെ ട്രിപ്പ് ആവുകയാണെങ്കിൽ അവിടെ ലീക്കേജ് ഉണ്ടെന്നാണ് സാരം. ഇതിനുവേണ്ടി ഇലക്ട്രിക്കൽ എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി എവിടെയാണ് ലീക്കേജ് ഉണ്ടെന്ന് കണ്ടെത്തി ഉടനെ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്താം.